ഹലോ ഗായ്സ്, അപ്പോൾ നമ്മൾ പളനിയിൽ എത്തിക്കഴിഞ്ഞു. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൻ്റെ പാർട്ട് 3 ആണ് കേട്ടോ ഇത്. അപ്പോൾ ഞങ്ങൾ ഏകദേശം 6 മണിക്കാണ് കണ്ണൂരിൽ നിന്ന് പുറപ്പെട്ടത്. ഏകദേശം വൈകുന്നേരം 5:30 ടൈമിൽ നമ്മൾ പളനി സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. വിചാരിച്ച പോലെ ട്രെയിനിൽ അത്ര ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല, വലിയ തിരക്കൊന്നും അങ്ങോട്ടും ഇല്ലായിരുന്നു. അപ്പോൾ കിടന്ന് വരുന്നൊക്കെയാണ് കേട്ടോ വന്നത്, അതുകൊണ്ട് തന്നെ ക്ഷീണം നല്ലവണ്ണം കുറവാണ്. അപ്പോൾ ഞങ്ങൾ റെയിൽവേ സ്റ്റേഷന് പുറത്തിറങ്ങിയ ശേഷം ഞങ്ങൾ ഒരു ഓട്ടോറിക്ഷ പിടിച്ച് ഞങ്ങൾ അമ്പലത്തിൻ്റെ പടീൻ്റെ അവിടം വരെ വന്നിട്ടുണ്ടായിരുന്നു. 120 രൂപ കൊടുത്താൽ അവിടെ നമ്മൾ ഓട്ടോറിക്ഷയ്ക്ക് അവിടെ എത്തിക്കും. അപ്പോൾ ഞങ്ങൾ എത്തിയ ശേഷം ഞങ്ങൾ ഫസ്റ്റ് ദേവസ്വത്തിൻ്റെ റൂമാണ് അന്വേഷിച്ചത്. അപ്പോൾ അവിടെ ഫുള്ളായിരുന്നു. അപ്പോൾ ഞങ്ങൾ വേറെ സ്ഥലത്ത് പോയി റൂം എടുത്തു. റൂമൊക്കെ സെറ്റപ്പാണ്. അപ്പോൾ ഞങ്ങൾ റൂമൊക്കെ എടുത്ത ശേഷം ഞങ്ങൾ കുളിച്ച് ഫ്രഷായി പിന്നെ കാര്യങ്ങളൊക്കെ അന്വേഷിച്ചപ്പോൾ 9 മണി വരെ നമുക്ക് അമ്പലത്തിൽ കയറാനായിട്ട് പറ്റും. അപ്പോൾ ഞങ്ങൾ വേഗം ഫ്രഷായി ഞങ്ങൾ അമ്പലത്തിൽ പടിയൊക്കെ കയറി. അവിടെ നമ്മളെ ഫോണൊന്നും കൊണ്ടുപോകാൻ പറ്റില്ല. അങ്ങനെ ഞങ്ങൾ അവിടെ കൗണ്ടറിൽ കൊടുത്ത ശേഷം ബാഗും നമ്മളൊക്കെ ചെക്ക് ചെയ്തിട്ടാണ് കേട്ടോ കയറ്റുന്നത്. ചെരുപ്പൊക്കെ വെക്കാനായിട്ട് അവിടെ സ്ഥലങ്ങളൊക്കെ ഉണ്ട്, ഫ്രീ കൗണ്ടറൊക്കെ ഉണ്ട്. അപ്പോൾ അതിനുശേഷം ഞങ്ങൾ പുറത്ത് വന്നിട്ടാണ് കേട്ടോ ഈ വീഡിയോസൊക്കെ എടുക്കുന്നത്. അപ്പോൾ വരുമ്പോൾ ഒത്തിരി ടെൻഷൻ അടിച്ചാണ് ഞങ്ങൾ വന്നത്. കാരണം നമ്മൾ തമിഴ്നാട്ടിലേക്കാണ് വന്നത്. അപ്പോൾ നമ്മൾ മലയാളികൾ ഉണ്ടാവുമോ അങ്ങനെയൊക്കെ ഒരു പേടിയായിരുന്നു. പക്ഷെ ഇവിടെ എത്തിയപ്പോഴാണ് എന്താ പറയുക, മലയാളികളും ഉണ്ട്, തമിഴ് പറയുന്നവരും ഉണ്ട്. എന്നാൽ നമുക്ക് അത്ര വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ. ആദ്യമായിട്ട് വന്നതിൻ്റെ ഒരു പ്രശ്നവും നമുക്കുണ്ടായിട്ടില്ല. എന്തായാലും മുരുകനെ കണ്ടു. എന്താ പറയുക, മനസ്സ് നിറയെ കാണാനും പറ്റി. പിന്നെ ഞങ്ങൾ കുറച്ച് നേരം അവിടെ തന്നെ സ്പെൻഡ് ചെയ്തു കേട്ടോ. പിന്നെ കുറേ നേരം അങ്ങോയിൽ കൂടെ നടന്ന് കുറേ കാര്യങ്ങളൊക്കെ കണ്ടു. കുറച്ച് സാധനമൊക്കെ വാങ്ങി ഞങ്ങൾ പിന്നെ റൂമിലോട്ട് പോവുകയാണ്. അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ പറയാണ്, അധികം വിശദമായിട്ടൊന്നും എനിക്ക് വീഡിയോ എടുക്കാൻ കഴിഞ്ഞു. റൂമിൽ തിരിച്ചെത്തി. പിറ്റേന്ന് ഞങ്ങൾ രാവിലെ രാവിലെ അമ്പലത്തിൽ പോയ ശേഷം ബാഗൊക്കെ പാക്ക് ചെയ്ത് വീട്ടിലേക്ക് പോകാനായിട്ട് ഒരുങ്ങുകയാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ പാലക്കാട് പോയിട്ട് അങ്ങനെ കോഴിക്കോടേക്ക് ട്രെയിന് പോകാമെന്നാണ് വിചാരിക്കുന്നത്. അതായത് പളനിയിൽ നിന്ന് പാലക്കാടേക്ക് ബസ്സിന് പോയിട്ട് അവിടുന്ന് പാലക്കാട് നിന്ന് കോഴിക്കോടേക്ക് നമുക്ക് ട്രെയിന് പോകാമെന്നാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തത്. അങ്ങനെ ഞങ്ങൾ എത്തിയപ്പോഴത്തേക്കും അവിടെ ബസ് ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ വേഗം ചായ കുടിക്കാനായിട്ട് കയറി കേട്ടോ. 2 പൂരിയും കറിയും ആണ് ഞങ്ങൾ കഴിച്ചത്. അപ്പോൾ അവിടെ പോയപ്പോൾ ഒത്തിരി വിശേഷങ്ങളൊക്കെ ഉണ്ടായിരുന്നു, എന്നാലും വളരെ ചുരുക്കിയ കേട്ടോ ഞാൻ ഈ വീഡിയോസിലൊക്കെ പറയുന്നത്. അങ്ങനെ എല്ലാവരും ഭക്ഷണം കഴിച്ച് കഴിഞ്ഞു. അപ്പോൾ നമ്മൾ പളനിയിൽ നിന്ന് നമ്മൾ പാലക്കാടൊക്കെ ബസ് കയറിയിരിക്കുകയാണ്. അപ്പോൾ ബസ് യാത്രയും സൂപ്പർ അടിപൊളിയായിരിക്കും. അപ്പോൾ നമ്മൾ ബസ്സിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇപ്പോൾ റെയിൽവേ സ്റ്റേഷൻ പാലക്കാട് റെയിൽവേ സ്റ്റേഷനിലെത്തി. അപ്പോൾ ഇനി കോഴിക്കോടേക്ക് 1:45 ട്രെയിൻ. അപ്പോൾ ട്രെയിനിന് വേണ്ടി വെയിറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും നന്ദി.